വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം പറഞ്ഞത് സൂര്യന്റെ മുമ്പിലല്ല. When God said, "Let there be light," it was not told to the sun. വെളിച്ചമുണ്ടാകാൻ യാതൊരു സാധ്യതയും ഇല്ലാത്ത സ്ഥലത്ത് നോക്കി ദൈവം പറഞ്ഞു വെളിച്ചം. But in the midst of no chance of that, when there was nothing, God said, "Let there be light." ആ വാക്കിൽ സൃഷ്ടിപ്പിന്റെ ശക്തിയുള്ളത് കൊണ്ട്, ദൈവം സൃഷ്ടാവായതുകൊണ്ട് ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് വെളിച്ചം പുറത്തു വന്നേ പറ്റത്തുള്ളൂ. Because there was a power of creation, because God was the creator, it was important, it was necessary for light to come out of darkness. Amen. Amen. അതല്ലേ പുതിയ നിയമം പറഞ്ഞത്, ഇരുട്ടിൽ നിന്ന് വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് അരുളി ചെയ്ത ദൈവം. That's why it said in the New Testament, the God that called out light from darkness. ആ വാക്യം അത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്ന സത്യമെങ്കിൽ, if that what is written in the New Testament is true, ഉൽപ്പത്തി 1:3 എഴുതിയിരിക്കുന്നത് സത്യമെങ്കിൽ, if what is written in Genesis chapter 3 verse 1 verse 3 is true, ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്റെയും നിന്റെയും ജീവിതത്തിൽ അസാധ്യമെന്ന് നാം കരുതുന്ന നടുവിൽ ഉണ്ടായേ പറ്റത്തുള്ളൂ. what we think is impossible should come to pass. നമുക്കാണ് വെളിച്ചമുണ്ടാക്കാൻ സൂര്യന്റെ ആവശ്യം. We require the sun for light. നമുക്കാണ് വെളിച്ചമുണ്ടാക്കാൻ ചന്ദ്രന്റെ ആവശ്യം. We require the moon for light. ദൈവം ദൈവമായതുകൊണ്ട് ദൈവത്തിന് ഇതൊന്നും ആവശ്യമില്ല. But for God, because He is God, He does not require any source. ഒത്തിരി ക്ഷാമമുള്ള, വെള്ളം കിട്ടാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു താഴ്വരയിൽ വെള്ളമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ വേണ്ടി യഹോവയുടെ പ്രവാചകനെ അന്വേഷിക്കുന്ന ഒരു സാഹചര്യം. We see a situation where the kings are looking for a man of God, for a prophet, to give them some sort of a sign where there is no chance of water in this valley. മഴ പെയ്യാൻ സാധ്യതയുണ്ടോ? Is there a chance for rain? ഇവിടെ എങ്ങനെ നദി ഉണ്ടാകുമോ? Can there be any river over here? എന്തെങ്കിലും തരത്തിൽ വെള്ളം ഉണ്ടാകാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് രാജാക്കന്മാർക്ക് അറിയണം. The kings want to know, is there any chance, any opportunity for water to form here? ദൈവത്തിന്റെ അരുളപ്പാട് ചോദിക്കണം. They want to ask, ദൈവത്തിന് എന്താണ് ഈ സാഹചര്യത്തിൽ ഞങ്ങളോട് പറയാനുള്ളതെന്ന് അറിയണം. they want to know what God has to tell them. അവർ എലീശയുടെ അടുത്ത് വന്നു. When they came to Elisha, എലീശ ദൈവത്തിന്റെ അരുളപ്പാട് പറഞ്ഞു. when Elisha told the word of God, ദൈവത്തിന്റെ അരുളപ്പാട് ഇങ്ങനെയാണ്, and the word of God was, നിങ്ങൾ മഴയെയാണ് നോക്കുന്നത്, if you're looking for a rain, നിങ്ങൾ നദിയെയാണ് നോക്കുന്നത്, you're looking for a river. ഈ ശൂന്യത നടുവിലും ദൈവത്തിന് പറയാനുള്ളത് മഴയും കാണത്തില്ല, in the midst of this emptiness there won't be rain, കാറ്റും കാണത്തില്ല, there won't be any wind. കുഴിയെ വെട്ടിയാൽ ഞാൻ അതിനെ നിറയ്ക്കും. You dig the pit, I will fill with water. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? If you believe in God, എങ്കിൽ നിങ്ങൾ അത്ഭുതത്തിൽ വിശ്വസിക്കണം. then you can believe in miracles. ഞാൻ അത്ഭുതത്തിൽ വിശ്വസിക്കുന്നു. I believe in miracles. ഞാൻ ഇങ്ങനെയുള്ള സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസിൽ വിശ്വസിക്കുന്നു. I believe in these kind of supernatural experiences. കാരണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. Because I believe in God. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണമെങ്കിൽ, if you believe in God, സൂപ്പർ നാച്ചുറൽ എക്സ്പീരിയൻസുകളെ നിങ്ങൾ പ്രതീക്ഷിക്കണം. you can expect supernatural experiences. ഇരുട്ടിൽ നിന്ന് വെളിച്ചമുണ്ടാക്കാൻ ദൈവത്തിന് പറ്റുമെങ്കിൽ ശൂന്യതയിൽ നിന്ന് നിന്റെ ജീവിതത്തിൽ സൃഷ്ടിപ്പ് നടത്താനും ദൈവത്തിന് പറ്റും. If God can bring light out of darkness, He can also bring from Hallelujah. emptiness. Amen. അന്ന് കരങ്ങളെ ആടിച്ച് നമ്മുടെ Please clap your hands that is glorified. ദൈവത്തിന്റെ ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കണം. Believe that God has something great to do in our lives. നമ്മൾ ചിന്തിക്കുന്ന പോലല്ല, it's not the way we think, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല, it's not the way even we desire. ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ മഹത്വത്തിന് ഒത്തവണ്ണം. When God does something, He does it as per the glory that He പക്ഷേ can. ഒരു കാര്യം ഉറപ്പിക്കാം, Let me tell you one thing for നമ്മൾ sure. ആഗ്രഹിക്കുന്ന പോലെയും നമ്മൾ ചോദിക്കുന്നത് പോലെയും അല്ലെങ്കിലും, Even if it's not the way we desire or ask, നാം ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിനും അത്യന്തം വലുതായിരിക്കും ദൈവം ഇന്ന് രാത്രിയിൽ God will do much more than what we can ask and hope എല്ലാവരും for. കരങ്ങളെ